1948 സെപ്റ്റംബർ 13 ഇന്ത്യൻ സൈന്യം ഹൈദരാബാദിലേക്ക് ഇരച്ചുകയറി. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നൽകിയ അന്ത്യശാസനം അവസാനിച്ച് 5 ദിവസം പിന്നിട്ടിരുന്നു. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഒറ്റക്ക് നിൽക്കാൻ ആഗ്രഹിച്ച ഹൈദരാബാദ് ഇന്ത്യ രാജ്യത്തിന് നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചിരുന്നില്ല. എന്നാൽ ഒരു വർഷത്തേക്ക് ഹൈദരാബാദിൽ സൈനിക നടപടികൾ ഉണ്ടാവില്ല എന്ന് ഇന്ത്യ ഹൈദരാബാദിന് നൽകിയ ഉറപ്പ് പാലിക്കപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു നീണ്ട ദിവസങ്ങളിലായിരുന്നു നെഹ്റു നൽകിയ അൾട്ടിമാറ്റം. സെപ്റ്റംബർ 7 ജവഹർലാൽ നെഹ്റു നെയ്സാമിനോട് ഉടനെ ഇന്ത്യയിൽ ചേരണമെന്ന നിർദ്ദേശം അറിയിച്ചു. ഇതിനകം ക്രമസമാധാനം ആകെ തകർന്ന സ്ഥിതിയിലായിട്ടുണ്ടായിരുന്നു ഹൈദരാബാദ്. ഒരു ഭാഗത്ത് സായുധ കമ്മ്യൂണിസ്റ്റ് പോരാളികളുടെ വിപ്ലവ ശ്രമങ്ങൾ നടക്കുന്നു. മറുഭാഗത്ത് ഹൈദരാബാദിൻ്റെ അധികാരം നിലനിർത്താൻ കൊള്ളയും കൊലയും കൊള്ളിവെപ്പുമായി അഴിഞ്ഞാടുന്ന റസാഖാർ സംഘം. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നവും ബഹുലവുമായ നാട്ടുരാജ്യം ഹൈദരാബാദ് ആകെ കുത്തഴിഞ്ഞു കിടന്നു. സ്വാതന്ത്ര്യം ലഭിച്ച ഒരു വർഷം മാത്രം പിന്നിട്ട ഒരു രാജ്യത്തിന് അതിൻ്റെ ഭൂപ്രദേശത്തിൻ്റെ നടുവിൽ രൂപപ്പെട്ടു വരുന്ന ഈ അപകടത്തെ കെട്ടഴിച്ചുവിടാൻ കഴിയില്ലായിരുന്നു. റസാഖാർ പടയുടെ അടിച്ചമർത്തലുകളും കത്തിപ്പടരുന്ന വർഗീയ കലാപങ്ങളും ഉയർന്നു വരുന്ന സായുധ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റും ഇന്ത്യക്ക് വിനയായി തീരുമെന്ന് നെഹ്റുവും സഹപ്രവർത്തകരും ഉറപ്പിച്ചു. അങ്ങനെയാണ് അറ്റകൈ പ്രയോഗം തന്നെ വഴിയെന്ന് തീർപ്പുണ്ടാവുന്നത്. ഹൈദരാബാദ് എന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്ന കാര്യത്തിൽ നെഹ്റുവിന് പക്ഷേ തെല്ലും ആശങ്കയില്ലായിരുന്നു. കാരണം അഹങ്കാരം കൊണ്ട് ഇതിനകം പട്ടാള ഇടപെടൽ സ്വയം വരുത്തിവെച്ച നിസാമിൻ്റെ രാജഭരണം അവസാനിപ്പിക്കാൻ അവിടെ ഇന്ത്യയുടെ ഉരുക്കുമുഷ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ചെറുതും വലുതുമായ അനേകം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർത്ത ആ ഇച്ഛാശക്തിയുടെ പേര് സർദാർ വല്ലഭായ് പട്ടേൽ എന്നായിരുന്നു. തൻ്റെ പ്രധാനമന്ത്രിയും ഉറ്റ സുഹൃത്തുമായ ജവഹർലാലിൻ്റെ നിർദ്ദേശം വന്നതും ഓങ്ങി വെച്ചതെന്ന പോലെ ആഭ്യന്തരമന്ത്രി പട്ടേലിൻ്റെ കീഴിലുള്ള പട്ടാളം ഹൈദരാബാദിലേക്ക് മാർച്ച് ചെയ്തു. സിക്കന്ദരാബാദിലേക്ക് നീങ്ങിയ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ റസാഖാർ പട മുട്ടുകുത്തി. ഗത്യന്തരമില്ലാതെ ഹൈദരാബാദ് ഇന്ത്യയിൽ ചേർന്നു. ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെടുന്ന ഈ സൈനിക നടപടി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒന്നാണ്. 5 ദിവസം കൊണ്ട് ഹൈദരാബാദ് കീഴടങ്ങിയെങ്കിലും രക്തരൂക്ഷിതമായ കലാപം വ്യാപിച്ചുകൊണ്ടിരുന്നു. സൈനിക നടപടിയുടെ ഭാഗമായ പലതും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ വലിയ കലാപത്തിലാണ് കലാശിച്ചത്. റസാഖാർ പട്ടാളം ചെയ്തുകൊണ്ടിരുന്ന ക്രൂരതകൾക്ക് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പിൻബലത്തിൽ തിരിച്ചടികളുണ്ടായി. ജവഹർലാൽ നെഹ്റു നിയോഗിച്ച സുന്ദർലാൽ കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം 1,00,000-ൽ താഴെ ആളുകൾ കലാപങ്ങളിലും സൈനിക നടപടികളിലും കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ പോളോയുടെ പരിണിതിയിൽ പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടായെങ്കിലും ഹൈദരാബാദ് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടല്ലോ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുമ്പോൾ സ്വയം നിർണയാവകാശം കൂടി നാട്ടുരാജ്യങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് അവർ പോയത്. ചെറിയ നാട്ടുരാജ്യങ്ങളൊക്കെ ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേർന്നു. ഒടുവിൽ കശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ് നിന്ന് തുടങ്ങി നമ്മുടെ തിരുവിതാംകൂർ അടക്കം ചുരുക്കം ചില നാട്ടുരാജ്യങ്ങളാണ് ഇങ്ങനെ ബാക്കി വന്നത്. ഹൈദരാബാദ് എല്ലാം കൊണ്ടും ഇന്ത്യയിലേക്ക് ചേർക്കപ്പെടണമെന്ന് പട്ടേൽ ആഗ്രഹിച്ചിരുന്നു. ഇന്ത്യക്കകത്ത് ഒരു സ്വതന്ത്ര രാജ്യം ഉണ്ടാവുന്നത് ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ കഴിയുമായിരുന്നില്ല. പോരാത്തതിന് പാകിസ്ഥാനുമായി റസാഖാർ പട ആശയവിനിമയങ്ങൾ നടത്തി വന്നു. സായുധ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം തടയാൻ നിസാമിന് കഴിയാതെ പോകുന്നതും പട്ടേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയായിരുന്നു. ഇന്ത്യക്കകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം ഉടലെടുക്കും എന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഛിന്ന ഭിന്നം കിടന്ന ഇന്ത്യയെ കോർത്തിണക്കിയ ഉരുക്കു മനുഷ്യൻ തന്നെയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. സമാധാനത്തിൽ പറയേണ്ടിടത്ത് അങ്ങനെയും കനത്തിൽ പറയേണ്ടിടത്ത് അങ്ങനെയും കാര്യങ്ങൾ പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പട്ടേലിൻ്റെ ഇച്ഛാശക്തി തിരിച്ചറിഞ്ഞ ചെറിയ നാട്ടുരാജ്യങ്ങൾ നിരുപാധികം പെട്ടെന്ന് തന്നെ പട്ടേലിന് മുന്നിൽ കീഴടങ്ങി. ദുഷ്കരമായ രാഷ്ട്രീയ ഭൂമികയിൽ ഉറച്ച തീരുമാനങ്ങൾ കൊണ്ട് ഉഴുതുമറിക്കാൻ കഴിയുക എന്നതായിരുന്നു സർദാർ പട്ടേലിൻ്റെ മേന്മ. തൻ്റെ നിലപാടുകളോട് നീതി ചെയ്യാൻ പട്ടേലിന് ആരും തടസ്സമായിരുന്നില്ല. അപ്പോഴും കലഹങ്ങൾക്കും സംവാദങ്ങൾക്കും ഒടുവിൽ ഗാന്ധിയോടും നെഹ്റുവിനോടും ആസാദിനോടും അനിതര സാധാരണമാം വിധം രാജിയാവാനും ഒരുമിച്ചു പോകാനും പട്ടേലിന് കഴിയുമായിരുന്നു. നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഐക്യഭാരതം കെട്ടിപ്പടുത്തു എന്നതിനപ്പുറം പട്ടേൽ ഈ രാജ്യത്തിന് ചെയ്ത ഏറ്റവും വലിയ സേവനം RSS എന്ന മതരാഷ്ട്രവാദ സംഘടനയെ നിരോധിക്കാനുള്ള തീരുമാനമെടുത്തു എന്നതാണ്. 1875 ഗുജറാത്തിലെ നദിയാദ് എന്ന ഗ്രാമത്തിലായിരുന്നു വല്ലഭായിയുടെ ജനനം. ജാബിർഭായ് പട്ടേലിൻ്റെ 6 മക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വല്ലഭായ് പഠിക്കാൻ മിടുക്കനായിരുന്നു. തൻ്റെ കാര്യങ്ങൾ സ്വന്തമായി നോക്കി നടത്തുക എന്ന ശീലം നന്നേ ചെറുപ്പത്തിലെ വല്ലഭായ് സ്വായത്തമാക്കി. പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ടായിരുന്നു ആ കുട്ടിക്ക്.
ഗൗരവക്കാരനായ ഒരു യുവാവായി അയാൾ വളർന്നു. നിയമപഠനത്തിൽ മിടുക്കനായ വല്ലഭായി ഒടുവിൽ ഇംഗ്ലണ്ടിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത്. പഠനകാലത്ത് പുസ്തകങ്ങൾ വായ്പ വാങ്ങിയും മറ്റുമാണ് പഠിച്ചിരുന്നത് തന്നെ. എങ്കിലും പഠിച്ച് നല്ലൊരു ജോലി കണ്ടെത്തി സമ്പാദിക്കണമെന്നായിരുന്നു വല്ലഭായിയുടെ ആഗ്രഹം. വിവാഹവും കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളും ഉണ്ടായി സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന സമയത്ത് 1906 പട്ടേലിന് ബുബോണിക് പ്ലേഗ് പിടിപെട്ടു. രോഗിയായ തൻ്റെ ഒരു സുഹൃത്തിനെ പരിചരിക്കാൻ പോയതിൻ്റെ പരിണിതിയായിരുന്നു അത്. തനിക്ക് രോഗബാധയുണ്ടെന്ന് മനസ്സിലായ ഉടനെ കുടുംബത്തെ മുഴുവൻ സുരക്ഷിതമായൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. വല്ലഭായി ഒഴിഞ്ഞൊരിടത്ത് മാറി താമസിക്കാനും തുടങ്ങി. വല്ലഭായിയുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ പ്ലേഗ് വരെ തോറ്റുപോയെന്ന് പറയാം. പട്ടേൽ രോഗമുക്തി നേടി തിരിച്ചെത്തി. 1918 തൻ്റെ നാടായ ഖേദയിൽ ഒരു കർഷക സമരത്തിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു പട്ടേലിൻ്റെ രാഷ്ട്രീയ പ്രവേശം. ഇതിനിടക്ക് ഗാന്ധിയെ കാണുന്നുണ്ടെങ്കിലും അത്രമേൽ ആദർശവിശുദ്ധിയും കണിശതയും തനിക്ക് വഴങ്ങിയേക്കില്ലെന്ന് പട്ടേൽ വിശ്വസിച്ചിരുന്നു. എന്നാൽ പട്ടേലിൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കം ഗാന്ധി ശ്രദ്ധിച്ചു. അസാധാരണമായ അസാമാന്യമായ നേതൃപാടവം പട്ടേലിൽ ഗാന്ധി കണ്ടെത്തി. സജീവ രാഷ്ട്രീയത്തിൽ വരാനും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനും ഗാന്ധി അദ്ദേഹത്തെ ക്ഷണിച്ചെങ്കിലും പട്ടേൽ കൂട്ടാക്കിയില്ല. അതിനിടെ ഗുജറാത്തിൽ തന്നെ വിവിധ കർഷക വിഷയങ്ങളിൽ പട്ടേൽ ഇടപെട്ടുകൊണ്ടിരുന്നു. 10 വർഷം കഴിഞ്ഞ് 1928 ബർദോളിയിലെ കർഷക സമരത്തോടെ വല്ലഭായ് പട്ടേലിനെ രാജ്യം മുഴുവൻ ശ്രദ്ധിച്ചു. ബർദോളി സമരത്തിൻ്റെ വിജയം അദ്ദേഹത്തിന് സർദാർ അഥവാ നേതാവ് എന്ന പേര് നൽകി ആദരിച്ചു. അന്നു മുതലാണ് വല്ലഭായ് ജാവേർഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ എന്നറിയപ്പെട്ടു തുടങ്ങിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃരംഗത്തേക്ക് സർദാർ പട്ടേൽ ക്ഷണിക്കപ്പെട്ടു. കോൺഗ്രസിലെ മുതിർന്ന നേതാവായി അദ്ദേഹം പരിഗണിക്കപ്പെടുകയും ചെയ്തു. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ ഐഡിയോളജിക്കൽ വിഷനായിരുന്നു. മൗലാന ആസാദ് പ്രസ്ഥാനത്തിൻ്റെ ഇൻ്റലക്ച്വൽ കോൺഷ്യസും സർദാർ പട്ടേൽ കോൺഗ്രസിൻ്റെ ഓർഗനൈസേഷണൽ മസിലുമായി മാറി. ഈ ത്രയം പിന്നീട് അങ്ങോട്ടുള്ള പാർട്ടിയുടെ നെടുന്തൂണുകളായി മാറിയെന്ന് ചരിത്രം. അപ്പോഴും ഒരേ താളത്തിൽ ചിന്തിച്ചവരായിരുന്നില്ല മൂവരും. പ്രത്യേകിച്ച് സർദാർ പട്ടേലും പണ്ഡിറ്റ് നെഹ്റുവും തമ്മിൽ കുറേയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക പതിവായിരുന്നു. നെഹ്റു പുരോഗമനാശയക്കാരനും സോഷ്യലിസ്റ്റും ആഗോള പൗരനുമൊക്കെയായിരുന്നു. പട്ടേലാകട്ടെ യാഥാസ്ഥികനും കർക്കശ സ്വഭാവക്കാരനുമായി. പല വിഷയങ്ങളെയും അവരിരുവരും കണ്ടത് തികച്ചും വ്യത്യസ്തമായ രീതികളിലായിരുന്നു. അതേസമയം ഇവർ ശത്രുക്കളായിരുന്നില്ല. സംഘപരിവാർ പ്രചരിപ്പിക്കുന്നത് പോലെ പരസ്പരം വെറുത്തിരുന്ന ശത്രുക്കളായിരുന്നില്ല പട്ടേലും നെഹ്റുവും. മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അസാധാരണമായൊരു സൗഹൃദമുണ്ടായിരുന്നു ഇവർക്കിടയിൽ. എല്ലാ സംവാദങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറം ഇരുവരും അപരനിലെ സുഹൃത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞുകൊണ്ടിരുന്നു. ഇരുവരും ഗാന്ധിക്ക് ഏറെ പ്രിയപ്പെട്ട 2 ശിഷ്യന്മാരെ പോലെയായിരുന്നു. ഗാന്ധി എന്ന ഘടകം ഇവരെ കൂടുതൽ മനോഹരമായി കൂട്ടിയിണക്കിക്കൊണ്ടിരുന്നു എന്നതാണ് സത്യം. 1946 കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്ന സൗഹൃദം നമുക്ക് കാണിച്ചു തരും. 1940 കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മൗലാന ആസാദ് തൽസ്ഥാനം ഒഴിയട്ടെ എന്ന് ഗാന്ധി അടക്കമുള്ളവരുടെ നിർദ്ദേശമുണ്ടാകുന്നത് 1946 ഇത്രയും ദൈർഘ്യമുള്ള അധ്യക്ഷകാലം അതുവരെ കോൺഗ്രസിന് പരിചയമില്ലായിരുന്നു. എന്നാൽ 2ാം ലോക മഹായുദ്ധവും ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് നേരിട്ട അടിച്ചമർത്തലുകളും നേതാക്കന്മാരുടെ ജയിൽവാസവും ഒക്കെ കാരണമാണ് ആസാദിൻ്റെ കാലാവധി ഇത്ര നീളുന്നത്. അങ്ങനെ 15 പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ അവരുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഇത് വോട്ടെടുപ്പോ ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് രീതിയൊന്നുമായിരുന്നില്ല. തികച്ചും സാധാരണമായ കൂടിയാലോചന സംവിധാനമായിരുന്നു അത്. 13 PCCകൾ സർദാർ പട്ടേൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി വരണമെന്ന് നോമിനേറ്റ് ചെയ്തു. 3 PCCകൾ നെഹ്റുവിനെയും. താരതമ്യേന ചെറുപ്പമായ നെഹ്റു ഇതിനകം 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി സേവനം ചെയ്തിട്ടുണ്ടായിരുന്നു. പട്ടേൽ വയോധികനായിരുന്നിട്ട് കൂടി കോൺഗ്രസിൽ വൈകിയെത്തിയതുകൊണ്ടുകൂടിയാവാം ആകെ 1 തവണ മാത്രമേ അതിനു മുമ്പ് അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇക്കാരണം കൊണ്ടാവാം കൂടുതലും PCCകൾ പട്ടേലിനെ ആഗ്രഹിച്ചത്. എന്നാൽ സ്വാതന്ത്ര്യ സമരം ഒരു പ്രത്യേക സന്ധിയിൽ വന്നു നിൽക്കുന്ന ആ സന്ദർഭത്തിൽ കുറച്ചുകൂടി സാർവദേശീയ കാഴ്ചപ്പാടും വിശാലമായ വിദേശനയവും പാരമ്പര്യവും പുതുലോകക്രമവും ഒരുപോലെ പരിചയവുമുള്ള നെഹ്റു കോൺഗ്രസിനെ നയിക്കുന്നതാവും ഉചിതമെന്ന് മഹാത്മാഗാന്ധി വിശ്വസിച്ചു. ഗാന്ധിയുടെ ഈ നിരീക്ഷണം അറിഞ്ഞ ആ നിമിഷം തന്നെ പട്ടേൽ അതിനോട് യോജിക്കുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ പേരിൽ വന്നിട്ടുള്ള നോമിനേഷനുകൾ പിൻവലിക്കാൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു. പട്ടേൽ തന്നെ നെഹ്റുവിനെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എൻഡോഴ്സ് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ഈ വിഷയം വക്രീകരിച്ചും വളച്ചൊടിച്ചും BJP നേതാക്കൾ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആഭ്യന്തരമന്ത്രി വരെ നുണ പറയുന്നത് നമ്മൾ കാണുകയുണ്ടായി. അമിത്ഷാ പറഞ്ഞത് ഈ സംഭവം സ്വാതന്ത്ര്യത്തിന് ശേഷം ആരെ പ്രധാനമന്ത്രിയാക്കണമെന്ന ആലോചന വന്നപ്പോഴാണ് എന്നായിരുന്നു.
ഇത് തെറ്റാണ്. ഈ സംഭവം നടക്കുന്നത് 1946-ലാണ്. പോരാത്തതിന് ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സായിരുന്നില്ല. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനായിരുന്നു. എല്ലാത്തിനുമുപരി ചരിത്രത്തിൽ എവിടെയും ഇങ്ങനെ ഒരു അട്ടിമറി നടന്നുവെന്ന് കാണാനും കഴിയില്ല. സർദാർ പട്ടേലിന് പരാതി ഉണ്ടായിട്ടില്ല. പട്ടേൽ പ്രസിഡന്റ് ആവട്ടെ എന്ന് പറഞ്ഞ ആ PCCകൾക്ക് പ്രശ്നമുണ്ടായിട്ടില്ല. സംഘപരിവാർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഒന്നും അന്ന് നടന്നിട്ടില്ല. പട്ടേലും നെഹ്റുവും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആഴം മനസ്സിലാക്കാനാവുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട്. അത് ഗാന്ധിവധത്തെ തുടർന്നുണ്ടായ ചില വിഷയങ്ങളാണ്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന പരിപാടിയെ ചൊല്ലിയും വിഭജനത്തെ തുടർന്നുണ്ടായ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുന്നത് സംബന്ധിച്ചും നെഹ്റുവിനും പട്ടേലിനും പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കശ്മീരിനെ ചൊല്ലിയായിരുന്നു. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ കണ്ണിലൂടെയാണ് പട്ടേൽ ഹൈദരാബാദ്, ജുനഗഡ്, കശ്മീർ തുടങ്ങിയ പ്രശ്നങ്ങളെ കണ്ടത്. ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഹൈദരാബാദും ജുനഗഡും ഇന്ത്യക്കും, മുസ്ലിം ഭൂരിപക്ഷമുള്ള കശ്മീർ പാകിസ്ഥാനിലേക്കും പോകട്ടെ എന്ന് പട്ടേൽ വിശ്വസിച്ചു. എന്നാൽ ഒരു കശ്മീരി പണ്ഡിറ്റായ നെഹ്റുവിന് അത് വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. പോരാത്തതിന് ഇന്ത്യ പാകിസ്ഥാനെ പോലെ ഒരു മതരാജ്യമല്ലാത്തതിനാൽ കശ്മീർ പോലെ ഒരു നാട് ഇന്ത്യയുടെ മതേതര നിലപാടിൻ്റെ മകുടമായി നിലനിൽക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് ഓരോന്നിലും വെവ്വേറെ അഭിപ്രായങ്ങളുമായി ഇരുവരും നിന്നു. കശ്മീരിലെ ജനകീയ നേതാവായിരുന്ന ഷെയ്ഖ് അബ്ദുള്ളയുടെ സോഷ്യലിസ്റ്റ് ചിന്താഗതി പട്ടേലിന് ഇഷ്ടമായിരുന്നില്ല. കശ്മീരിന് മേലുള്ള അവകാശവാദം UN-ൽ ഉന്നയിക്കാനുള്ള നെഹ്റുവിൻ്റെ തീരുമാനത്തോടും പട്ടേലിന് വിയോജിപ്പായിരുന്നു. ഒടുവിൽ പട്ടേൽ നെഹ്റുവിൻ്റെ വഴിയെ ചിന്തിക്കുകയും കശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കണമെന്ന് ആലോചിച്ചു തുടങ്ങുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിൽ നിന്ന് കയറി വന്ന പഠാൻ അക്രമകാരികളെ തുരത്താൻ സൈനിക നടപടി സ്വീകരിക്കുകയും കശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുകയും ചെയ്തു. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഓരോ വിഷയത്തിലേക്കും പടരുന്നുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ഇത് പ്രകടമായി. പ്രത്യേകിച്ചും അഭയാർത്ഥികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്ക് നെഹ്റുവിനോടുണ്ടായിരുന്ന കൂറും പട്ടേലിനെ അസ്വസ്ഥനാക്കി. കശ്മീർ വിഷയമൊക്കെ പരിഹരിക്കപ്പെടുന്നതിന് മുന്നേ തന്നെ നെഹ്റുവുമായുള്ള സ്വരച്ചേർച്ചയില്ലായ്മ മൂർധന്യത്തിൽ നിൽക്കെ ഇങ്ങനെ മന്ത്രിസഭയിൽ തുടരാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പട്ടേൽ മഹാത്മാഗാന്ധിയുടെ പക്കൽ തൻ്റെ രാജിസന്നദ്ധത അറിയിച്ചു. 1948 ജനുവരി 30 പട്ടേൽ ഗാന്ധിയുമായി നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടത്തി. നെഹ്റുവും പട്ടേലും ഒരുമിച്ച് നിൽക്കണമെന്നും ഇരുവരെയും ഈ നാടിനിപ്പോൾ ആവശ്യമുണ്ടെന്നും ആയതിനാൽ രാജിയുടെ വിഷയമേ ഉദിക്കുന്നില്ലെന്നും ഗാന്ധി ഉപദേശിച്ചു. പട്ടേൽ അതനുസരിക്കാനും ഉറച്ചു. ഗാന്ധി നടത്തിയ അവസാന കൂടിക്കാഴ്ചയായിരുന്നു അത്. അല്പസമയത്തിനകം ഗാന്ധി കൊല്ലപ്പെട്ടു. ഇതോടെ പട്ടേൽ തകർന്നുപോയി. ബാപ്പുവിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടെന്ന് വിമർശനം ഉയർന്നു. പട്ടേലിന്മേൽ കുറ്റബോധം കുമിഞ്ഞുകൂടി. തൻ്റെ ഗുരുതുല്യനായ ബാപ്പുവിനെ സംരക്ഷിക്കാൻ കഴിയാത്ത താനെത്ര പരാജിതനാണ് എന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടി. നേരത്തെ തയ്യാറാക്കി വെച്ച രാജിക്കത്ത് മാറ്റിയെഴുതി. ബാപ്പുവിൻ്റെ രക്തസാക്ഷിത്വം മുൻനിർത്തി രാജിവെക്കാനുള്ള തീരുമാനവും എടുത്തു. എന്നാൽ അങ്ങനെ ഒരു എഴുത്ത് ഇപ്പോൾ നെഹ്റുവിന് നൽകേണ്ടതില്ലെന്ന് പട്ടേലിനോട് അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാർ ഉപദേശിച്ചു. അങ്ങനെയിരിക്കെ നെഹ്റുവിൻ്റെ ഒരു കത്ത് പട്ടേലിനെ തേടിയെത്തി. ബാപ്പുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് പട്ടേലിനെതിരെ ഉയരുന്ന വിമർശനങ്ങളും രോഷപ്രകടനങ്ങളും ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്ന് നെഹ്റു പറഞ്ഞു. കഴിഞ്ഞ 30 വർഷത്തെ തങ്ങളുടെ സൗഹൃദം ഇപ്പോൾ ബാപ്പുവില്ലാത്ത ഈ ഇന്ത്യയിൽ കൂടുതൽ അനിവാര്യമാണെന്ന് നെഹ്റു പട്ടേലിനെ ഓർമ്മിപ്പിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഇരുവരെയും കൂടുതൽ വളർത്തുകയാണ് ചെയ്തതെന്നും ഒരുമിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ആവശ്യമെന്നും ആ കത്ത് പട്ടേലിനെ ബോധ്യപ്പെടുത്തി. അങ്ങനെ പട്ടേലും നെഹ്റുവും മുമ്പത്തേതിനേക്കാൾ ആഴത്തിലുള്ളൊരു സൗഹൃദത്തിൽ ഒരുമിച്ച് നിന്നു. 1931 കറാച്ചി സെഷനിലാണ് പട്ടേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകുന്നത്. 1929 നെഹ്റുവിൻ്റെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം മുതൽ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനയെപ്പറ്റി പാർട്ടി ആഴത്തിൽ ആലോചിച്ചു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ പട്ടേലിൻ്റെ പ്രസിഡൻസിയിലാണ് മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണിതെന്ന് പറയാം. കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്ന് മാറി നിന്നിരുന്ന നിലപാട് മാറ്റി മത്സരരംഗത്തേക്ക് വന്നപ്പോൾ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകനും ഫണ്ട് റൈസറുമായി പ്രവർത്തിച്ചത് സർദാർ പട്ടേലായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെ ഒരു ഫണ്ട് റൈസർ പിന്നീട് കോൺഗ്രസ് പാർട്ടിയിലുണ്ടായി. അദ്ദേഹം ഒരു ഗുജറാത്തി തന്നെയായിരുന്നു. AICCയുടെ ഖജാൻജിയും മികച്ച ട്രബിൾ ഷൂട്ടറുമായിരുന്ന അഹമ്മദ് പട്ടേലായിരുന്നു അത്. ക്വിറ്റ് ഇന്ത്യ കാലത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സംഘാടകനും പ്രസംഗകനും നിയമലംഘന സമരങ്ങളുടെ ഏറ്റവും മുന്നിലുള്ള പോരാളിയുമായിരുന്നു പട്ടേൽ. ഗവേളിയ ടാങ്ക് മൈതാനത്തിൽ തടിച്ചുകൂടിയ 10,000-ങ്ങളെ അഭിസംബോധന ചെയ്ത് നടത്തിയ പട്ടേലിൻ്റെ പ്രസംഗം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രസംഗങ്ങളിലൊന്നാവും. ജിന്നയുടെ ദ്വിരാഷ്ട്രവാദം
കോൺഗ്രസിൽ നിന്ന് ആദ്യം അംഗീകരിച്ച നേതാവും പട്ടേൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഡയറക്റ്റ് ആക്ഷൻ പോലെയുള്ള വർഗീയ ലഹളകൾ പട്ടേലിനെ വല്ലാതെ ബാധിച്ചു. പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഉണ്ടാവുമെന്ന് കോൺഗ്രസിനകത്ത് ആദ്യം തിരിച്ചറിഞ്ഞത് പട്ടേലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പിന്നീടാണ് നെഹ്റു അടക്കമുള്ളവർ ആ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന തരത്തിൽ ഈ നാട് വിഭജിക്കുന്നതിനോട് യോജിക്കാനാവില്ലെന്നും വിഭജനം നെഞ്ചു തകർക്കുന്ന വേദനയാണ് നൽകുന്നതെന്നും പട്ടേൽ പറഞ്ഞു. എന്നാൽ തുടർന്ന് അനേകം വിഭജനങ്ങളില്ലാതിരിക്കാൻ ഇപ്പോൾ ഇങ്ങനെയൊരു വിഭജനമേ വഴിയുള്ളൂ എന്ന സത്യം നമ്മൾ ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം വാദിച്ചു. ഗാന്ധിവധത്തെ തുടർന്ന് RSSനെ നിരോധിക്കുകയും അവർക്കൊരു ബൈലോ അടക്കമുള്ള ചട്ടങ്ങൾ നിർബന്ധമാക്കുകയും ചെയ്തത് പട്ടേലിൻ്റെ ശക്തമായ ഇടപെടൽ മൂലമായിരുന്നു. സത്യം പറഞ്ഞാൽ RSS നിരോധനമെന്നൊരൊറ്റ കാര്യം കൊണ്ടുതന്നെ പട്ടേൽ അമരനാണ്. അനേകം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിൽ ചേർത്തി എന്നതിൻ്റെ പേരിലാണ് പട്ടേലിൻ്റെ ജന്മദിനം ഏകതാ ദിവസ് എന്ന് ആചരിക്കപ്പെടുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഭാരതത്തിൻ്റെ ഐക്യത്തിന് എല്ലാ കാലത്തും ഏറ്റവും ഭീഷണിയായ RSSനെ നിരോധിക്കാൻ കാണിച്ച ധൈര്യത്തിൻ്റെ പേരിലാണ് ഏകതാ ദിവസ് ആചരിക്കേണ്ടത്. RSS ഒരു വിധ്വംസക പ്രസ്ഥാനമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നേതാവായിരുന്നു പട്ടേൽ. സത്യം പറഞ്ഞാൽ സംഘപരിവാരത്തിന് അവകാശപ്പെടാൻ കഴിയുന്നൊരു രാഷ്ട്രീയ പാരമ്പര്യമല്ല സർദാർ പട്ടേലിൻ്റേത്. നെഹ്റുവിനെതിരെയുള്ള അരിശത്തിന് കൊട്ടക്കണക്കിന് നുണയുണ്ടാക്കി കൂട്ടിപ്പിടിക്കാമെന്ന് വെച്ചാൽ പോലും പട്ടേൽ സംഘപരിവാരത്തിൻ്റെ കയ്യിൽ ഒതുങ്ങില്ല. RSS ആഗ്രഹിക്കുന്ന ഹിന്ദുത്വ രാജ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് തീർത്തു പറഞ്ഞ നേതാവായിരുന്നു പട്ടേൽ. ഹിന്ദു സംസ്കാരം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളെ വെച്ചു പൊറുപ്പിക്കില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പട്ടേൽ ഒട്ടേറെ അടരുകളുള്ള ഒരു രാഷ്ട്ര നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതവും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇന്ത്യ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പട്ടേൽ കൃത്യമായി പഠിക്കപ്പെടേണ്ട ചരിത്ര പുരുഷനാണ്. കാരണം പട്ടേലിൻ്റെ പേര് മുൻനിർത്തിയാണ് സംഘപരിവാരം നിർമ്മിക്കുന്ന എല്ലാ കഥകളധികവും ഇവിടെ ഉണ്ടായിത്തീരുന്നത്.